മിസ് നന്ദന. യെസ്, വരൂ നന്ദന, ഇരിക്കേ. പറഞ്ഞോളൂ, എന്ത് പറ്റി? എനിക്ക് രാവിലെ എണീക്കുമ്പോൾ കാലിന്റെ അടിഭാഗത്ത് ഭയങ്കര ഒരു പെയിനാണ്. ഓക്കെ. 2-3 സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേക്കും അത് കുറയും, പിന്നെ നോർമൽ ആവും. പിന്നെ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ പെയിൻ തന്നെ റിപ്പീറ്റേഷൻ വരുന്നു. എഴുന്നേറ്റ് നടക്കുമ്പോൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മാത്രം ആ പെയിൻ അങ്ങനെ വരുന്നുണ്ട്. എത്ര നാളായിട്ടുണ്ട് ഈ പെയിൻ? 2-3 months ആയിട്ട് ആ പെയിൻ അങ്ങനെ ഉണ്ട്. എന്തെങ്കിലും ചികിത്സ ചെയ്തോ ഇതിന് വേണ്ടിയിട്ട്? ഒരുപാട് മെഡിസിൻസ് എടുത്തു, ഒന്നും പെയിൻ മാറുന്നില്ല. കാലം ഇങ്ങോട്ട് വെച്ച് ഞാൻ നോക്കട്ടെ. എവിടെയായിട്ടാ വേദന തോന്നുന്നത്? എനിക്ക് ബാക്ക് സൈഡ് ആയിട്ട്, ഈ ഭാഗത്തായിട്ട് അല്ലേ? ഞാനിവിടെ പ്രസ് ചെയ്യുമ്പോൾ വേദനയുണ്ടോ? ചെറിയൊരു പെയിൻ ഉണ്ട്. ഓക്കെ. വേറെ ഭാഗത്തൊന്നും പെയിൻ ഇല്ലല്ലോ? വേറെ ഈ ജോയിന്റ്സിലൊന്നും പെയിൻ ഇല്ല. സോ നന്ദനയുടെ സിംറ്റംസും അതും പരിശോധനയും വെച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ഇത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അതായത് നമ്മുടെ കാലിലെ ഉപ്പൂറ്റിക്ക് ഉണ്ടാകുന്ന ഒരു വേദന. അതായത് രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കാല് നിലത്ത് ചവിട്ടുമ്പോഴാണ് ഏറ്റവും അധികം വേദന ഉണ്ടാകുക. 2-3 സ്റ്റെപ്സ് കഴിഞ്ഞ് നടന്നു കഴിയുമ്പം വേദന പതുക്കെ കുറയും. വീണ്ടും നമ്മൾ എവിടെയെങ്കിലും കുറേ നേരം ഇരിക്കുകയോ കുറേ നേരം നിൽക്കുകയോ ചെയ്തിട്ട് വീണ്ടും നടക്കുമ്പം വേദന വരും. 2-3 സ്റ്റെപ്സ് നടന്നു കഴിയുമ്പം വേദന കുറയും. ഇതാണ് ആ പെയിൻ്റെ ഒരു പാറ്റേൺ. പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കാൽപാദത്തിൻ്റെ ഒരു മോഡൽ. നമ്മൾ കാൽപാദം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആർച്ച് കണ്ടോ? ഈ ആർച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു തിക്കായിട്ടുള്ളൊരു ബാൻഡ് നമ്മുടെ ഉപ്പൂറ്റിയുടെ എല്ലിൽ നിന്ന് ഈ വിരലുകളിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഉപ്പൂറ്റിയുടെ എല്ലും ഈ വിരലുകളും തമ്മിൽ കണക്റ്റ് ആകുന്ന ഒരു തിക്കായിട്ടുള്ള ബാൻഡാണ് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത്. അതിൻ്റെ ഉപ്പൂറ്റിയുടെ മുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് ചെറിയ ചെറിയ കീറലുകൾ, മൈക്രോ ടയേഴ്സ് എന്ന് പറയും, അത് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ പെയിൻ വരുന്നത്. മൈക്രോ ടയേഴ്സ് ഉണ്ടാകുമ്പം അവിടെ ഒരു ഇൻഫ്ലമേഷൻ വരും. ആ ഇൻഫ്ലമേഷൻ കൊണ്ടാണ് പെയിൻ വരുന്നത്. സോ രാത്രി കാലങ്ങളിൽ നമ്മൾ കിടന്നുറങ്ങുമ്പം നമ്മുടെ ബോഡി അതിനെ സ്വയം ഹീൽ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തും. പക്ഷെ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും കാല് നിലത്ത് ചവിട്ടുമ്പോൾ ആ ഹീൽ ചെയ്ത ഭാഗം മുഴുവൻ വീണ്ടും ഓപ്പൺ അപ്പ് ആവും. അതുകൊണ്ട് ആദ്യത്തെ ഒരു ഫ്യൂ സ്റ്റെപ്സ് നമുക്ക് വേദന വരുന്നത്. ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് സ്ട്രെച്ചിങ് എക്സസൈസുകളാണ്. പ്ലാന്റാർ ഫേഷ്യയും നമ്മുടെ കാഫ് മസിൽസും സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്. സാർ, ഇപ്പോൾ എനിക്കൊരു 2-3 months ആയിട്ട് പെയിൻ ഇങ്ങനെ ഉള്ളത് കൊണ്ട് സർജറി വല്ലതും വേണ്ടി വരുമോ? സർജറി ഈ കേസിൽ നമ്മൾ വളരെ റെയറായിട്ടേ സർജറി ചെയ്യാറുള്ളൂ. എപ്പോഴും നമ്മൾ ആദ്യം തുടങ്ങുന്ന ഒരു കൺസർവേറ്റീവ് ലൈൻ ഓഫ് മാനേജ്മെൻ്റ് ആണ്. അതായത് സ്ട്രെച്ചിങ് എക്സസൈസ്, ഐസിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യാറ്. ഇത് കഴിഞ്ഞിട്ട് വേദന പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. അതായത് എല്ലാ ഹീൽ പെയിൻസും ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഈ ഹീൽ ബോണിൽ ചെറിയ ഫ്രാക്ചറുകൾ, ഹീൽ ബോണിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, മറ്റൊരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ 2-3 മാസമായിട്ട് ഈ സ്ട്രെച്ചിങ് എക്സസൈസും ഇതൊക്കെ ചെയ്തിട്ട് വേദന കുറയുന്നില്ലെങ്കിൽ നമ്മൾ ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഈ വക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അറിയാനായിട്ട് നമ്മൾ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന MRI സ്കാൻ, CT സ്കാൻ, അതൊക്കെയാണ് ചെയ്യാറ്. MRI സ്കാൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതുപോലെ വിട്ടുമാറാത്ത വേദനയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റാർ ഫേഷ്യ, അതായത് ക്രോണിക് ആയിട്ടുള്ള കേസുകൾ, ഈ പ്ലാന്റാർ ഫേഷ്യയുടെ തിക്നെസ് കൂടും. ആ തിക്നെസ് ഒരു 8 mm, അതായത് 5 to 8 mm ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ സർജറിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അന്നേരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ എല്ലാം കീ ഹോൾ സർജറിയാണ് ചെയ്യുന്നത്. കീ ഹോൾ വെച്ചിട്ട് ഈ പ്ലാന്റാർ ഫേഷ്യയുടെ അറ്റാച്ച്മെൻറ്റ് ചെറുതായിട്ടൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കും. അതോടുകൂടി പെയിൻ മാറും. പക്ഷെ അതിനു മുമ്പ് എപ്പോഴും സ്ട്രെച്ചിങ് എക്സസൈസ്, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്.